കുട്ടിപ്പട്ടാളങ്ങൾക്ക് മേളയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണോ നിങ്ങൾ എല്ലാവരും കേരളത്തിൽ നിന്നാണോ നിങ്ങൾ എല്ലാവരും? അപ്പൊ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത്? കൊച്ചി ജെഎൻ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആണോ അല്ല സ്റ്റാഫാണ്. എങ്ങനെയുണ്ട് മേളയുടെ ഫസ്റ്റ് ടൈം ആണോ വന്നത്? മേളയുടെ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടോട്ടൽ സിനിമയൊക്കെ കണ്ടു നല്ലതായിരുന്നു. കണ്ട സിനിമകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? രാവിലെ കണ്ട രണ്ടും അടിപൊളിയായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട് ഈ കുട്ടികളെ അടക്കി നിർത്തി മേള കാണിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആയിട്ടാണോ? എല്ലാരും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. കൂടെ സപ്പോർട്ട് നിന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു. എല്ലാരും നല്ല കമ്പനിയായിരുന്നു. കുഴപ്പമില്ല. നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഈ കുട്ടികളൊക്കെ? ഇവരെ ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന അനിമേഷൻ, VFX, ഫിലിം ആൻഡ് മീഡിയ, ഗ്രാഫിക് ഡിസൈനിലെ സ്റ്റുഡൻസ് ആണ് ഇവരെല്ലാരും. എല്ലാവരും ഇൻട്രസ്റ്റ് ആയിട്ട് മേള ആസ്വദിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഇറങ്ങുക എന്നുള്ള ലക്ഷ്യമുണ്ട്. അവർക്ക് ഒരു ട്രിപ്പ് വന്നത് ഒരു ഫീലും വേണം നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിന്റെ എല്ലാം ഒരു ഇതായിട്ട് കിട്ടും. ഓക്കെ ആണോ? ഈ ടീച്ചർ ഈ ഫാക്കൽറ്റി പറഞ്ഞതെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് മേള കാണണം, കറക്റ്റ് ആണല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ടൈം ആണോ വന്നത്? അപ്പൊ എങ്ങനെയുണ്ടെന്നൊന്ന് പറയാമോ? നിങ്ങളുടെ ഗോവയിലെത്തി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് പറയാമോ? ഓരോരുത്തരായിട്ട് പേരൂടെ പറഞ്ഞോളൂ. ഓക്കെ, എന്റെ പേര് അനന്തകൃഷ്ണൻ എന്നാണ്. ഞാൻ കേരളത്തിൽ നിന്ന് തന്നെ ജെഎൻ യൂണിവേഴ്സിറ്റിയിലത്തെ സ്റ്റുഡന്റ് ആണ്. BA ആനിമേഷൻ. ഓക്കെ, അപ്പോ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ ഗോവയിൽ ഒന്നാമത് വരുന്നത്. പിന്നെ IDSFന് പോയിട്ടുള്ള പരിചയമുള്ളൂ. ആദ്യമായിട്ടാണ് IFFIയിലേക്ക് വരുന്നത്. പിന്നെ മൂവീസ് ഒക്കെ കൊള്ളാം. ഇതുവരെ ഇപ്പൊ 3ാമത്തെ മൂവിയാണ് കണ്ടത്. നരസിംഹ എന്നുള്ള ഒരു മൂവിയാണ് കണ്ടത്, ആനിമേഷൻ. അടിപൊളിയായിരുന്നു. സാറിനൊപ്പം തന്നെ കണ്ടത്. കാണാൻ പറ്റി. അടിപൊളി വൈബാണ്. ഇനി തീർച്ചയായും ഇനി വരുമ്പോ അടുത്ത പ്രാവശ്യം ഞങ്ങൾ എന്തായാലും ഉണ്ടാവും. നിങ്ങളിപ്പോ കണ്ടത് നരസിംഹ അല്ല, ഞാൻ വേറെ ആയിരുന്നു കണ്ടത്. അതെയോ? ഞാനൊരു നിങ്ങൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ വേൾഡ് ക്ലാസിക്കൽ സിനിമകളാണോ, ഇന്ത്യൻ പനോരമയാണോ, എന്ത് സിനിമകളോടാണ് നിങ്ങൾക്ക് താല്പര്യം? കുറച്ചൊന്ന് ഹിസ്റ്റോറിക്കൽ റിലേറ്റഡ്, പിന്നെ ആനിമേഷൻ ഫിലിംസിനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. കൂടുതൽ യുവാക്കൾ വരുന്നതായിട്ട് ഓൾറെഡി എന്താ പറയുക, ഒരു അവാർഡ് ടൈപ്പ് ഫിലിമിനോട് എനിക്ക് അധികം ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ആനിമേഷൻസിനാണ് പോകുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടത് പറഞ്ഞാല് ഇതാണ് കരോറ എന്ന് പറഞ്ഞിട്ടൊരു പടമാണ്. അത് കുഴപ്പമില്ല, നല്ലൊരു തീമായിരുന്നു, നല്ല പടമായിരുന്നു. എൻ്റെ പേര് ശ്രുതിയാണ്. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ജെഎൻ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് തന്നെയാണ്. MA ആനിമേഷനാണ് ചെയ്യണേ. സോ ഇവിടെ ആദ്യമായിട്ടാണ് വന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്രണ്ട്സിൻ്റെ എല്ലാവരും കൂടെ പോയിട്ടിരുന്ന് സിനിമയൊക്കെ കണ്ടു, ഇഷ്ടമായി. ഇനി ആൾക്കാരൊക്കെ കണ്ട് കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെടണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ എൻഗേജ് ആയിട്ട് ഇരിക്കാൻ തന്നെയാണ് പ്ലാൻ. എൻ്റെ പേര് ദേവനാരായണൻ. ഫസ്റ്റ് ടൈം അല്ല ഗോവയിൽ. ഇപ്പോൾ ബീങ് ദ സെക്കൻഡ് ടൈം വിസിറ്റിംഗ് ഇൻ ഗോവ. ആദ്യമായിട്ടാണ് IFFI ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ വിനയ് ഫോർട്ടിനെ കാണാനും പറ്റി. കൂടെ സെൽഫിയൊക്കെ എടുത്തു. ജോളിയായിരുന്നു. ഇത്ര നേരം ഒരു സിനിമ രാവിലെ ഒരെണ്ണം കണ്ടിട്ട് പുറത്തെല്ലാം കറങ്ങി അടിച്ച് നടന്ന് വീണ്ടും ഞാൻ സത്യം പറഞ്ഞ നരസിംഹാവതാർ എന്ന് പറഞ്ഞ പടം കാണാനായിട്ട് ആണ് മെയിനായിട്ട് വന്നത്. അതിന് സ്ലോട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തൊന്നും ആലോചിച്ചില്ല, നേരെ പോന്ന് കയറി. സാറിന് എങ്ങനെയുണ്ടായിരുന്നു ഈ കുട്ടികളോടൊപ്പം ഇരുന്ന് സിനിമ കണ്ടപ്പോ? 1-2 വർഷങ്ങളായിട്ട് കുട്ടികളുടെ കൂട്ടത്തിലിരുന്ന സിനിമ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ക്ലാസ്സിൽ ഇവരുടെയൊക്കെ കൂട്ടത്തിലിരുന്ന് തന്നെയല്ലേ സിനിമ കാണുന്നത്. കമ്പാരിറ്റീവ്ലി ഫെസ്റ്റിവൽ ഓരോ വർഷം ചെല്ലുന്തോറും മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. വേണ്ട അപ്ഡേഷനുകൾ കൊടുത്തിട്ടാണ് എപ്പോഴും ഫിലിം ഫെസ്റ്റിവലിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നത് പലപ്പോഴും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സിനിമകൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ടുകളില്ല എന്നുള്ളതാണ്. പിന്നെ കൂടുതൽ സ്ക്രീനുകൾ ഉണ്ട്, പക്ഷെ അതെല്ലാം വേറെ വേറെ സ്ഥലത്തേക്ക് ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. എൻ്റെ പേര് അശ്വതി. ഞാൻ കണ്ണൂരിൽ നിന്നാണ്. ജെഎൻ യൂണിവേഴ്സിറ്റി MA ആനിമേഷനാണ്. ഇവിടെ ഞാൻ സെക്കൻഡ് ടൈമാണ് വരുന്നത്. ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് ഡിഫറൻസ്. പിന്നെ രണ്ടാമത്തെ തവണ വരുന്നത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആണ്. ഫിലിമിൻ്റെ റിവ്യൂവും കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ വായിച്ച് അതൊക്കെ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഗുഡ്. എനിക്ക് പറ്റിയ കേട്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് ഞാൻ ഇപ്രാവശ്യം കാണുന്നുണ്ട്. ആൻഡ് സോ ഫാർ ദി എക്സ്പീരിയൻസ് இஸ் really good. ஹாய், நான் சம்யுக்தா சுபாஷினி ஃப்ரம் தமிழ்நாடு. கோவாக்கு இதுதான் ஃபர்ஸ்ட் டைம். எனக்கு மலையாளம் தெரியாது, ஸோ தமிழில் பேசுகிறேன், அட்ஜஸ்ட் பண்ணிக்கோங்க. ஆக்சுவலி இங்கே வந்ததில் இன்டர்நேஷ்னல் லெவலில் நிறைய பீப்புளை பார்த்தேன். அங்கே நிறைய பேர்கிட்ட வந்து பேசணும். போர்ட்டுகீஸில் இருந்துலாம் ஃபிலிம் டைரக்ட் பண்ண ஃபிலிம்ஸ்லாம் நாங்கள் பார்த்தோம். சூப்பராக இருந்தது. அதெல்லாமே நிறையா எக்ஸ்ப்ளோர் பண்ணோம். எக்ஸ்பீரியன்ஸ் ஆச்சு ஃபிலிம்ஸ்லாம். ரொம்பவே சூப்பராக இருந்துச்சு.